ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ ഇന്ന് മിസ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ എഡിറ്റിങ്ങിന്റെ ചോദ്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ലാസ്റ്റിലേക്ക് ഗ്രാമറിന്റെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യവും നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എഡിറ്റിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ വെച്ചിട്ടല്ല എഡിറ്റിംഗ് ചെയ്യുന്നത്. ഇതുവരെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ചോദിച്ച പല ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയണ്ടേ എങ്ങനെയാണ് നമ്മളോട് തെറ്റിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, എവിടെ നിന്നൊക്കെയാണ് നമ്മളോട് എന്ത് ചെയ്യാ ചോദ്യം തെറ്റായിട്ട് വരുന്നത്. അത് മനസ്സിലാക്കി പോയാൽ എഡിറ്റിംഗ് നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണേ. നോക്കി, നിങ്ങൾ ഇവിടെ ഒരുപാട് പോയിന്റ്സ് കാണുന്നുണ്ട് അല്ലെ. സിംഗുലർ, പ്ലൂറൽ, ക്യാപിറ്റൽസ്, 2+ ബേസ് ഫോം ഓഫ് ദ വെർബ്, പ്രിപ്പോസിഷൻസ്, ടെൻസ്, ആർട്ടിക്കിൾസ്, റിലേറ്റീവ് പ്രൊനൗൺ, ഇഫ് ക്ലോസ്. ഇവിടെ നിങ്ങൾ ഒരുപാട് പോയിന്റ് കാണുന്നുണ്ട്. ഇത് മൊത്തം എന്താണ്? എഡിറ്റിംഗിന്റെ റൂൾസ് ആണ്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തെറ്റിച്ച് ചോദിക്കാം. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങൾ 5th സ്റ്റാൻഡേർഡ് അല്ലേ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിയേ. സിംഗുലർ, പ്ലൂറൽ, ക്യാപിറ്റൽ ലെറ്റർ, 2+ ബേസ് ഫോം, പ്രിപ്പോസിഷൻസ്, ടെൻസ്, ആർട്ടിക്കിൾസ്. ഇത് രണ്ടും മതി നമുക്ക് പഠിക്കാൻ. ഇത് രണ്ടുമല്ല, ഈ 6 എണ്ണാണ് നമുക്ക് എന്ത് വേണ്ടത്, പഠിക്കാനുള്ളത്. അപ്പോ സിംഗുലറും പ്ലൂറലും നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങളോട് എന്താണ് തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തെറ്റ് തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സിംഗുലർ സബ്ജക്റ്റിന്, അതായത് ഇപ്പോ ഐ എന്നുള്ള സ്ഥാനത്ത് ഐന്റെ കൂടെ ആം ആണ് തന്നതെങ്കിൽ ദാറ്റ് ഈസ് റൈറ്റ്. അതെല്ലാം ഐന്റെ കൂടെ ഐ ആർ എന്നാണ് തന്നത് വിചാരിക്കാം, അതെന്താണ്, ദാറ്റ് ഈസ് റോങ്. ഇപ്പൊ ഷീ എന്നുള്ളിടത്ത് ഈസ് എന്നതിന് പകരം ഷീ ആം എന്ന് കൊടുത്തു, ദാറ്റ് ഈസ് റോങ്. ഷീന്റെ കൂടെ ആർ എന്ന് കൊടുത്തു. ഷീ ഒന്നാണ്, നമുക്കറിയാം ഷീ ഒന്നാണെങ്കിൽ അവളുടെ കൂടെ വരേണ്ട ഓക്സിലറി വെർബ് ഏതാണ്, ഈസ് ആണ്. അപ്പൊ ഷീ ഈസ്, ദാറ്റ് ഈസ് റൈറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് നോക്കുക, സിംഗുലർ സബ്ജക്റ്റും അതിന്റെ വെർബും കറക്റ്റ് ആണോ നമ്മൾ നോക്കേണ്ടത്. അടുത്ത് നോക്കി, ഇവിടെ 2+ ബേസ് ഫോം. 2+ ബേസ് ഫോം എന്ന് പറഞ്ഞാൽ 2+ V1 ഫോം എന്നാണ്. V1 ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസന്റ് ടെൻസ് ഫോം ആണ്. ഓക്കെ, ഐ വോണ്ട് ടു talk to you. I want to meet you. I want to eat my food. അപ്പൊ നമ്മൾ ഒരിക്കലും past tense യൂസ് ചെയ്യുന്നില്ല. I want to talk to you. I want to meet you. I want to eat my food. I want to meet you. I want to see you. I want to watch a movie. ഇവിടെ 2 കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും ഒക്കെ നമ്മൾ പ്രസന്റ് ടെൻസ് ഫോമാ ഉപയോഗിച്ചത് അല്ലേ, വെർബ്. അത്രയേ ഉള്ളൂ 2+ ബേസ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയാം. ബേസ് ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ഫോം ഉണ്ട് വെർബിന്. നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ V1, V2, V3 പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതില് V1 ഫോമിനെയാണ് നമ്മൾ എന്ത് പറയാ, ബേസ് ഫോം എന്ന് പറയാം. ഓക്കെ അല്ലേ. അടുത്തത് ടെൻസ് ആണ്. നമ്മൾ നോക്കണോ സെന്റൻസ് പ്രസന്റ് ടെൻസിലാണോ, പാസ്റ്റ് ടെൻസിലാണോ, ഫ്യൂച്ചർ ടെൻസിലാണോ, എല്ലാ സെന്റൻസും തന്നിരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ എന്തായിരിക്കും, ഒരു സെന്റൻസ് നിങ്ങൾക്ക് പ്രസന്റ് ടെൻസിൽ തന്ന് ബാക്കിയൊക്കെ പാസ്റ്റ് ടെൻസിൽ തന്നിട്ടുണ്ടാവും. നമ്മളത് മാറ്റണം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കി, ആർട്ടിക്കിൾസ്. എ ആൻഡ് ദ. എ എവിടെ ഉപയോഗിക്കും, കൺസണന്റ് സൗണ്ട് ഉപയോഗിക്കും. ആൻ എവിടെ ഉപയോഗിക്കും, നമ്മൾ ആന് വോവൽ സൗണ്ടിന് ഉപയോഗിക്കും. ദ നമ്മൾ എവിടെ ഉപയോഗിക്കും, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോ ഇനി ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് വിശദമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പഠിക്കാം. ഇത് മിസ് എന്തൊക്കെയാണ് എന്നുള്ളത് ജനറൽ ആയിട്ട് പറഞ്ഞു തന്നതാണ്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ വിശദമായിട്ട് പറയും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നോക്കണേ. The fisherman's story tells us that the life of people in an island. നോക്കേ, ഇവിടെ നോക്കണം. The fisherman's story tells us the life of people in an island. അപ്പൊ ഒരു ഐലൻഡിലുള്ള ആളുകളുടെ ജീവിതത്തെ കുറിച്ച് നമ്മളോട് പറയുന്ന കഥയാണ് നമ്മുടെ മുക്കുവന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കഥ. Their life in the island was miserable. അവരുടെ ജീവിതം, ഐലൻഡിലെ അവരുടെ ജീവിതം എന്താണ്, മിസറബിൾ, ഭയങ്കര ദുരിതപൂർണമായിരുന്നു. They had no modern gadgets that we have. They had no, okay, they had modern gadget. Okay, that we have. ഇന്ന് നമുക്കുണ്ടായിരുന്ന ഒരു തരത്തിലുള്ള മോഡേൺ ഗാഡ്ജറ്റ്സ്, ഉപകരണങ്ങൾ, ഫോർ എക്സാമ്പിൾ TV, ഫ്രിഡ്ജ്, ഫോൺ, അങ്ങനെയുള്ള ഒരു ഉപകരണങ്ങളും എന്താണ് ഐലൻഡുകാർക്ക് ഉണ്ടായിരുന്നില്ല. They collected things which were thrown by the sailors. തുഴങ്ങിയവര്, കപ്പലിൽ പോകുന്നവര്, അവർ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവർ വലിച്ചെറിഞ്ഞ സാധനങ്ങളായിരുന്നു ഐലൻഡിലുള്ളവർ ഉപയോഗിച്ചും കൊണ്ടിരുന്നത്. ഇവിടെ നമുക്കറിയാം, The fisherman's story
സ്റ്റോറി എന്നുള്ളത് നിങ്ങൾ ഇവിടെ റെഡിങ് കാണുന്നുണ്ട്. നമ്മളൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മൾ ആ സെന്റൻസ് എന്ത് ലെറ്ററിൽ തുടങ്ങണം. പുതിയൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ വി ഷുഡ് ബിഗിൻ ഇൻ ക്യാപിറ്റൽ ലെറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ഉത്തരം ദ എന്ന് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഓക്കെ, അടുത്ത തെറ്റ് നോക്കിയേ. ഇവിടെ നോക്കിയേ നിങ്ങൾ, ദേ ലൈഫ് എന്നാണ്. ദേ എന്ന് പറഞ്ഞ അവർ. നമുക്ക് ഇവിടെ ഉത്തരം എന്താ വേണ്ടത്? അവരുടെ ജീവിതം. അവരുടെ ജീവിതം ഭയങ്കര ദുഃഖപൂരിതമായിരുന്നു. അവരുടെ ജീവിതം. അപ്പൊ ദേ എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റും? ദയർ എന്നാക്കി മാറ്റണം. നോക്കിയേ, നമ്മള് ദേ എന്താക്കി മാറ്റും? നമ്മൾ എന്താക്കി മാറ്റണം? നമ്മള് ദയർ എന്നാക്കി മാറ്റണം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ. ദേ നോ ഹാഡ് എന്നാ പറയുന്നത്. അങ്ങനെയല്ല നമ്മൾ പറയാ ദേ ഹാഡ്, അവർക്കുണ്ടായിരുന്നില്ല. ദേ നോ ഹാഡ് എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ എന്താ പറയാ? ദേ ഹാഡ്, അവർക്ക് ഉണ്ടായിരുന്നില്ല. നോ ഗാഡ്ജറ്റ്, അവർക്ക് ഒരു ഉപകരണങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിവിടെ എന്താ എഴുതണ്ടേ നോക്കിയേ? തേർഡ് വൺ നമ്മൾ എഴുതണം ദേ ഹാഡ് നോ. സബ്ജക്റ്റ് കഴിഞ്ഞാൽ നോ അല്ല വരേണ്ടത്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ എന്ത് വരണം? ഓക്സിലറി വെർബ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ദേ ഹാഡ് നോ ഗാഡ്ജറ്റ്, അവർക്ക് ഒരു ഉപകരണങ്ങളും ഉണ്ടായിരുന്നില്ല. അടുത്തത് നോക്കിയേ. ദേ കളക്ടഡ് തിങ്സ് വിച്ച് വർ ത്രോൺ ബൈ ദി സെയിലേഴ്സ്. ഇവിടെ നോക്കിയേ, സെയിലേഴ്സ് എന്ന് പറയുന്നതിന്റെ സ്പെല്ലിംഗ് എന്താടാ? എന്താ എഴുതാം അവിടെ നമുക്ക്? SAILORS, sailors. അപ്പൊ സ്പെല്ലിംഗ് കറക്ഷനിലെ ഇവിടെ. അപ്പൊ നോക്കിയേ നിങ്ങള്, ഇവിടെ ഇത്രയും മിസ്റ്റേക്സ് എന്തുണ്ട്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു മിസ്റ്റേക്കും കൂടി ഉണ്ട്. അതിന് നമുക്ക് 5 കൊടുക്കാം. അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ആൻ ഐലൻഡ്. അതെന്തുകൊണ്ടാ? ഐലൻഡ് എന്ന് പറയുന്നത് ഐ എന്നുള്ള ശബ്ദം വവൽ സൗണ്ട് ആണ്. AEIOU, AEIOU. ഈ സൗണ്ട്സ് ഏതാണ്? വവൽ സൗണ്ട്സ് ആണ്. അപ്പൊ ഐ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വവൽ സൗണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐലൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ആൻ ഐലൻഡ് എന്ന് പറയണം. ഓക്കെ അല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെ നമ്മൾ ചോദ്യം കാണുമ്പോൾ ചെയ്യാന്ന്. അടുത്തൊരു എക്സാമ്പിൾ നോക്കേ. Lencho went to the post office. Lencho went to the post office. Lencho post office-ലേക്ക് പോയി. He asked the postman if there was the letter to him. The postman handed a letter to him. When the postman handed a letter to him, when he opened the letter, her face became gloomy. ഇവിടെ ശ്രദ്ധിക്കണേ. Lencho went to the post office. Lencho went to the post office. Lencho നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. പോകുന്നു എന്നല്ല, പോയി കൊണ്ടിരിക്കുന്നു എന്നല്ല, പോയി എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, നമ്മൾ ടെൻസ് നോക്കണം, പാസ്റ്റ് ടെൻസിലാണ്. ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്? ലെഞ്ചോക്കാണ് മിസ്റ്റേക്ക്. ലെഞ്ചോക്ക് ഇവിടെ മിസ്റ്റേക്ക് എന്താണ്? ലെഞ്ചോ പേരാണ്, പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ ലെഞ്ചോന്റെ മിസ്റ്റേക്ക് ഇവിടെ നോക്കിയേ. എൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ലെഞ്ചോ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം തുടങ്ങുന്നത്. പ്രോപ്പർ നൗണിന്റെ തുടക്കം ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? എൽ ആയിരിക്കണം, ക്യാപിറ്റൽ ആയിരിക്കണം. അൻവർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ ANWAR, അതിൽ എന്ത് ചെയ്യരുത്? ആദ്യത്തെ ഞാൻ സ്മോൾ ലെറ്ററിൽ എഴുതരുത്, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. പേരുകൾ എഴുതുമ്പോൾ, പ്രോപ്പർ നൗൺസ് എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ. അടുത്തത് നോക്കണം. ഹി ആസ്ക്ഡ് ദ പോസ്റ്റ്മാൻ ഇഫ് there was the letter. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കത്ത് വന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഒരു കത്ത് വന്നിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതാണ് മലയാളത്തിൽ ശരിക്കും നമുക്ക് എന്ത് വരേണ്ടത്? ഇവിടെയുള്ള മീനിങ് നമുക്ക് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താ തന്നെ? ഈ ആസ്ക് എന്ന് പറഞ്ഞ, ആസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദിസ് ഇസ് V1 ഫോം. ആസ്ക് എന്ന് പറഞ്ഞ എന്താണ്? V1 ആണ്. ആസ്ക്, ആസ്ക്ഡ്, ആസ്ക്ഡ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പാസ്റ്റ് ടെൻസിലേക്ക് ആക്കണം. അദ്ദേഹം ചോദിച്ചു, അവൻ ചോദിച്ചു, അവൻ എന്തെങ്കിലും ഒരു കത്ത് വന്നിട്ടുണ്ടോ? അവൻ ചോദിച്ചു. ആസ്ക് എന്നുള്ളത് ആസ്ക്ഡ് ആക്കണം. മനസ്സിലായോ? നോക്കി ഇവിടെ asked. Okay, asked. If there was the letter എന്നെല്ലാം നമ്മൾ ചോദിക്കണ്ടേ? എനിക്ക് എന്തെങ്കിലും ഒരു കത്ത് വന്നിട്ടുണ്ടോ? എനിക്കൊരു കത്ത് വന്നിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഒരു എന്നുള്ളതിന് നമുക്കറിയാം എന്താണ്? the letter എന്നുള്ള സ്ഥാനത്ത് നമുക്കറിയാം a letter.
എ ലെറ്റർ ടു ഹിം എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചോദിക്കേണ്ടത്. ദ പോസ്റ്റ്മാൻ ഹാൻഡഡ് എ ലെറ്റർ ടു ഹിം. പോസ്റ്റ്മാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഒരു ലെറ്റർ കൊടുത്തു. ലെറ്റർ ടു ഹിം, അത് നോക്കണ്ട, ലെറ്റർ ടു ഹിം, അദ്ദേഹത്തിന് ഒരു ലെറ്റർ ഹാൻഡിൽ ചെയ്തു. വെൻ ഹി ഓപ്പൺ ദ ലെറ്റർ, അദ്ദേഹം അല്ലെങ്കിൽ അവൻ ആ ലെറ്റർ ഓപ്പൺ ചെയ്തപ്പോൾ, അവൻ ആ കത്ത് തുറന്നു നോക്കിയ സമയത്ത് ഹർ ഫേസ് ബിക്കെയിം ഗ്ലൂമി, അവളുടെ മുഖം ഭയങ്കര സാഡായി. അവളാണോ ലെഞ്ചോ? ലെഞ്ചോ ഒരാണല്ലേ. അപ്പൊ നമ്മൾ എന്താ ഇവിടെ കൊടുക്കണ്ടേ നോക്കിയേ, ഹെയർ എന്നുള്ള സ്ഥാനത്ത് നമ്മൾ കൊടുക്കണം. എന്താ നമ്മൾ കൊടുക്കേണ്ടത് ഹിസ് ആണ്. അവന്റെ മുഖം വാടി, അവന്റെ മുഖം ഗ്ലൂമി ആയി എന്നാണ് നമ്മൾ എന്ത് ചെയ്യാ, നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? നമ്മൾ ഈ പറഞ്ഞു ചെയ്തത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കണേ മക്കളെ. തേർഡ് ക്വസ്റ്റ്യൻ. Lencho looked at the field of ripe corn, but suddenly and strong wind began to blow. Very large hailstones began with fall. It hailed for an hour on the house, the hillside, the cornfield, and the whole valley. Miss, ഇതിന് മലയാളം പറയാൻ പോവാണ്. മലയാളം ശ്രദ്ധിക്കുക എല്ലാവരും. Lencho looked at the field of ripe corn. ലെഞ്ചോ റൈപ്പ് കോണിലേക്ക് അല്ലെ, ആ ഒരു പാടത്തേക്ക് നോക്കി. ഇവിടെ നമുക്ക് വേണ്ട എന്താണ്, ലെഞ്ചോ പാടത്തേക്ക് നോക്കി. But suddenly, പക്ഷെ പെട്ടെന്ന്, and strong wind began to blow, ഒരു ശക്തമായിട്ടുള്ള കാറ്റടിക്കാൻ തുടങ്ങി. വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗാൻ വിത്ത് ഫോൾ, വലിയ ഹെയിൽ സ്റ്റോൺസ്, ഐസ് കട്ടകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വീഴാൻ വേണ്ടി തുടങ്ങി. ഇറ്റ് ഹെയിൽ ഫോർ എൻ അവർ ഓൺ ദി ഹൗസ്, ഒരു എന്താണ് മണിക്കൂറോളം എന്ത് ചെയ്തു, ആ ഹെയിൽ സ്റ്റോൺ എന്ത് ചെയ്തു, വീടിന്റെ മേലും ചെടിന്റെ മേലും പാടത്തും ഒക്കെ ലാവിഷായിട്ട് എന്ത് ചെയ്തു, വീണു. ദ ഹിൽ സെഡ്, ദ കോൺഫീൽഡ് ആൻഡ് ദ ഹോൾ വാലി, ആ മുഴുവൻ വാലി നിറച്ചും എന്ത് ചെയ്തു, അങ്ങ് ഹെയിൽ സ്റ്റോൺ ഐസ് ക്യൂബുകൾ എന്ത് ചെയ്തു, മഴ പെയ്യുന്ന പോലെ പെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ നമുക്കിനി ഗ്രാമർ വൈസ് നോക്കാം. ഫസ്റ്റ് വൺ, ലെഞ്ചോ ലുക്ക് അറ്റ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ. നമുക്ക് വേണ്ട എന്താ, ലെഞ്ചോ റൈപ്പ് കോണിലേക്ക് പാടത്തേക്ക് നോക്കി. ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നോക്കുക. ലുക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, നോക്കി കഴിഞ്ഞു, നോക്കി. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട എന്താ, അദ്ദേഹം പാടത്തേക്ക് നോക്കി. സോ വി വാണ്ട് ദിസ് ആസ് ഫസ്റ്റ് വൺ എന്താണ്, ലുക്ഡ് എന്നാണ് നമുക്ക് വേണ്ടത്. നെക്സ്റ്റ് വൺ, ആൻഡ് സ്ട്രോങ്. ഇവിടെ ആർട്ടിക്കിൾസ് ആണ് എ ആൻഡ് ദ. ആൻഡ് സ്ട്രോങ്, നമുക്കറിയാം ആൻ എന്ന് പറയുന്നത് AEIOU വവൽസിന് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇവിടെ സ്ട്രോങ് എന്ന് പറയുമ്പോൾ SEs എന്താണ്, കോൺസണന്റ് ആണ്. കോൺസണന്റ് സൗണ്ടിന് നമ്മൾ ഒരിക്കലും ആൻ ഉപയോഗിക്കില്ല. അപ്പൊ നമ്മൾ കോൺസണന്റ് സൗണ്ടിന് ഉപയോഗിക്കുക. ഒരു എന്ന് വരുമ്പോൾ ഉപയോഗിക്കുന്നത് ഏതാണ്, എ ആണ്. അപ്പൊ നോക്കിയേ, ഇവിടെ അടിച്ചു പൊളിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. എ സ്ട്രോങ് എന്നാണ് വേണ്ടേ. A strong hailstorm എന്ന് നമ്മൾ കൊടുക്കാം. അടുത്ത് നോക്കിയേ, വെരി ലാർജ് hailstones began fall. ഇവിടെ പ്രിപ്പോസിഷൻ അതാണ് അല്ലെ. എന്താണ്, വലിയ ഐസ് കട്ടകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വീഴാൻ വേണ്ടി തുടങ്ങി. വിത്ത് ഫോൾ അല്ല, വിത്ത് ഫോൾ എന്നല്ല പറയാ, began to fall. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, to fall, I want to meet you. To fall, വീഴാൻ തുടങ്ങി എന്നുള്ളതിന് നമ്മൾ പ്രിപ്പോസിഷൻ എന്താ പറയാം, she began to ride, I began to walk, നടക്കാൻ തുടങ്ങി. It began to fall. To fall എന്ത് വേണം, അപ്പൊ നമ്മൾ എന്താ ഇവിടെ കൊടുക്കാം, മൂന്നാമത്തത് തേർഡ് വൺ എന്ത് കൊടുക്കും, നമ്മള് to fall എന്ന് കൊടുക്കും. അടുത്തത് ഹോൾ എന്നുള്ളത് എന്താണ്, ഈ ഹോൾ എന്ന് പറയുന്നത് നമുക്കറിയാം കുഴി എന്നുള്ള അർത്ഥം, ദ്വാരം എന്നുള്ള അർത്ഥമാണ്. നമുക്ക് വേണ്ട ഇവിടെ എന്താണ്, ഹോൾ മുഴുവനും. ഓക്കെ, ഓൾ അല്ല, ALL അല്ല, ഹോൾ മുഴുവനും, ആ ഒരു ഏരിയ മുഴുവനും എന്നുള്ള അർത്ഥമാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഹോൾ എന്നുള്ളത് ഏത് ഹോളാണ് ഇവിടെ, ഫോർത്ത് വൺ, ഇറ്റ് ഈസ് ഹോൾ വാലി എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത്. ഇത് നിങ്ങളുടെ മുൻപത്തെ ചോദ്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ടാണ് മിസ് കറക്റ്റ് ഈ ക്വസ്റ്റ്യൻസ് തന്നെ എടുത്തത്. ഇത് ചെയ്തിന് പഠിക്കുമ്പോൾ നിങ്ങൾ ഇനി വന്നാൽ എന്ത് ചെയ്യുള്ളൂ, ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പൊ ഹോൾ വാലി എന്നുള്ളത് എന്താണ്, സ്പെല്ലിംഗ് തെറ്റിച്ച് തന്നു, വാക്ക് തെറ്റിച്ച് തന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് അതിന്റെ വേർഡ് മനസ്സിലാക്കി എഴുതണം. അടുത്തത് നോക്കിയേ നിങ്ങള്, the fisherman picked up the mirror. The fisherman picked up the mirror. PICKED. നമുക്കറിയാം പിക്റ്റിന്റെ സ്പെല്ലിംഗ് എന്തല്ല, ഇതല്ല. അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് അങ്ങ് കിട്ടും. പിക്റ്റിന്റെ സ്പെല്ലിംഗ് നമുക്കറിയാം, PICKED. picked up the mirror ആണ് സ്പെല്ലിംഗ്. He saw his face in it. നമുക്ക് ഈ സെന്റൻസിൽ he saw his face in it, അയാളുടെ മുഖം അതിൽ കണ്ടു, ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ എന്താ അവിടുത്തെ മിസ്റ്റേക്ക്, ഇവിടെ he എന്ന് പറയുന്നിടത്താണ് തെറ്റ്. he എന്ന് പറയുന്ന ഒരു സെന്റൻസിന്റെ ആദ്യത്തെ
തുടങ്ങുന്നതാണ്. നമുക്കറിയാം സെന്റൻസ് തുടങ്ങുമ്പോൾ സബ്ജക്ട് വെച്ച് തുടങ്ങുമ്പോൾ അത് എന്തി തുടങ്ങണം? നമ്മളെ പുതിയൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് തുടങ്ങണം. ഹി സോ എന്നുള്ളത് എച്ച് ക്യാപിറ്റൽ കൊടുക്കണം. അടുത്തത് ഹി ഹാഡ് നെവർ സീൻ. എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ നെവർ, ഹാഡ് നെവർ, ഹാവ് നെവർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഐ ഹാഡ് നെവർ സീൻ അതിന്റെ V3 ഫോം ആണ് വരാ. ഓക്കെ, നെവർ പ്ലസ് എന്ത് വരും? V3 ഫോം. ഐ ഹാഡ് നെവർ ഗോൺ, ഞാൻ ഒരിക്കലും പോയിട്ടില്ല. ഐ ഹാഡ് നെവർ ടേക്കൺ, ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല. ഐ ഹാഡ് നെവർ എന്താ പറയാ റിട്ടൺ, ഞാൻ ഒരിക്കലും എഴുതിയിട്ടില്ല. അപ്പൊ ഐ ഹാഡ് നെവർ സീൻ. എന്താ മക്കളെ ഇവിടെ വരണ്ടേ? ഐ ഹാഡ് നെവർ സീൻ. I have never seen എന്നാണ് എന്ത് കൊടുക്കുക? ഇവിടെ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. നെവർ സീൻ, നെവർ ടേക്കൻ, നെവർ ഡൺ, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. നെവർ ടേക്കൻ, ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല. നെവർ ലൈറ്റ്, ഞാൻ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. അപ്പൊ നെവർ വരുമ്പോ എപ്പോഴും എന്ത് വരണം? അതിന്റെ V3 ഫോം വരണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ നിങ്ങള്. വാട്ട് ദി സർപ്രൈസ്, നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? വാട്ട് ദി സർപ്രൈസ്? നോ, നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? വാട്ട് ഇസ് സർപ്രൈസ്, വാട്ട് ഇസ് സർപ്രൈസ്, എന്തൊരു സർപ്രൈസ് ആണല്ലേ, എന്തൊരു അത്ഭുതം. സോ വാട്ട് എ സർപ്രൈസ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? നമ്മളിവിടെ ദ എന്നല്ല ഉപയോഗിക്കണ്ടേ, നമ്മളിവിടെ എന്ത് ഉപയോഗിക്കണം? സോറി, നമ്മളിവിടെ എ സർപ്രൈസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് നോക്കിയേ, അഞ്ചാമത്തെ എന്താണ്? ഫാദേഴ്സ് ഫേസ്. He thought it was his father's face. Fathers എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? ദിസ് ഇസ് പ്ലൂറൽ. അപ്പൊ നമ്മളെന്താ? അദ്ദേഹം വിചാരിച്ചു ഇത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ മുഖമാണെന്ന്. അപ്പൊ അച്ഛന്റെ, എന്റെ അച്ഛന്റെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് എഴുതും ഇവിടെ? ഫാദർ അപ്പോസ്ട്രോഫി എസ് അല്ലേ, ഫാദേഴ്സ് ഫേസ്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ എങ്ങനെയൊക്കെ അപ്പൊ ഇവിടെ ചെയ്തെന്ന്? ഒന്നില് സ്പെല്ലിംഗ് നമ്മൾ നോക്കി, രണ്ടാമത്തത് ക്യാപിറ്റൽ ലെറ്റർ വന്നു, മൂന്നാമത്തത് എന്താണ്? ടെൻസ് ചേഞ്ച് വന്നു, നാലാമത്തെ ദ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വന്നു, അഞ്ചാമത്തത് എന്താണ്? അപ്പോസ്ട്രോഫി. നമ്മളില്ലേ ഫാദേഴ്സ് എന്നുള്ള അപ്പോസ്ട്രോഫി നമ്മൾ കറക്റ്റ് ഫോം ഓഫ് റൈറ്റിംഗ് നമ്മൾ ഫോളോ ചെയ്തു. ഓക്കെ അല്ലേ? നോക്കേ, യെസ്. സോ അപ്പൊ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു? 4 എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലെ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഏറ്റവും നല്ലത് എന്താ? എപ്പോഴും നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ പാഠത്തിൽ നിന്ന് നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുന്നതാണ്. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ റൂൾസ് മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോയാൽ പോരാ, ആ പഠിച്ച റൂൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോഴേ നമ്മൾ എന്താവുള്ളൂ? കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ, നമ്മൾ ഫാസ്റ്റ് ആവുള്ളൂ. അപ്പൊ ഇത് എഡിറ്റിംഗ് ആണ്, ഒരൊറ്റ കാര്യമാണ്. ഇനി ഇതേപോലെ നമുക്ക് എന്തുണ്ട്? വേറെ വീഡിയോസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഓണ പരീക്ഷയ്ക്ക് മേലെ, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഇതൊക്കെ അടിച്ചു പിടിച്ചിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ബാക്കിയുള്ള മുഴുവൻ വിവരങ്ങൾ നമ്മൾ എവിടെ ചെയ്യും? നമ്മുടെ ലൈവിൽ അങ്ങോട്ട് തുടങ്ങുമ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവിലേക്ക് വരണം. അതിനു മുൻപ് ഈ വീഡിയോസ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് അടുത്ത വീഡിയോയുമായിട്ട് മിസ് വിട്ടെന്ന് വരും. അതുവരെ കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച്.